ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ രസം ഉണ്ടെങ്കിൽ ചോറ് പാത്രം കാലിയാകുന്നത് വഴിയറിയില്ല. ഈ രസം മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ ഒരു പാത്രം ചോറ് കഴിക്കാൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഈ രസത്തിൻ്റെ രഹസ്യക്കൂട്ട് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ ഫേമസ് ആയിട്ടുള്ള രസം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള രസം വയ്ക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ടൊരു ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി എടുക്കുക. ഇഞ്ചി ഇത്ര മതി കേട്ടോ, കൂടുതൽ ഇഞ്ചി ആയാലും ഒരു കുത്തുണ്ടാകും. അപ്പോൾ ഈ രസത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 7 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഉള്ളി തീരെ ചെറുതായത് കൊണ്ടാണ് ഞാൻ 7 എടുത്തത്. ഇത് വലുതാണെങ്കിൽ ഒരു 4-5 എടുത്താൽ മതിയാവും. പിന്നെ ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ആദ്യം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടൊമാറ്റോ ഒന്ന് പിച്ചാത്തി വെച്ച് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് അതിനുശേഷം കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് നല്ല മഷിയെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അതാ നല്ല മഷിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തരിയും ഇല്ല കേട്ടോ. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഒരു മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈ രസം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കുക കേട്ടോ. മസാലപ്പൊടികൾ ഇടുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം മാത്രമേ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചതാണ്. അത് ഞാൻ കഴുകി വറുത്തൊന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകമാണ്. അത് നമുക്ക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ പൊടികളെല്ലാം നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല മഷിയെ അരച്ച് വെച്ച് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് നേരം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമേ. ഈ ഒഴിച്ച എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അപ്പോൾ നല്ലൊരു മണമുണ്ടാവും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പലതരത്തിൽ നമുക്ക് രസം ഉണ്ടാക്കാം. സാധാരണ നമ്മൾ രസം ഉണ്ടാക്കാറ് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് അത് താളിച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ചാണ് നമ്മൾ രസം ഉണ്ടാക്കാറ്. പക്ഷേ ഈ രസത്തിലാണെങ്കിൽ നമ്മൾ മഷി അരയ്ക്കുന്നത് കൊണ്ട് ഒരു കൊത്തോ ഒരു ചണ്ടിയോ ഒന്നും കാണില്ല കേട്ടോ. മറ്റ് രസമാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൊത്തൊക്കെ നമ്മൾ ചോറിൽ കൂടി ഒഴിക്കുമ്പോൾ മീതെ കിടക്കും. അപ്പോൾ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടാണ് അത് കഴിക്കാറ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ രസത്തിൻ്റെ അരപ്പെല്ലാം ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് ഒഴിച്ച എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 3 മിനിറ്റ് നേരം തോളം ഇതൊന്ന് ഇളക്കി കൊടുക്കണമേ. ഇപ്പോൾ നമ്മുടെ രസത്തിൻ്റെ അരപ്പിൽ നിന്നും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് പുളി, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ഒന്ന് പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കൂടുതൽ പുളി ആവശ്യമില്ല. നമ്മൾ 3 ടൊമാറ്റോ ചേർത്തത് കൊണ്ട് കറക്റ്റായിരിക്കും ഈ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയുടെ വെള്ളം. അപ്പോൾ അതൊന്നും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കാമേ. അപ്പോൾ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്ക് പുളിപ്പിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റിന് പുളിപ്പും വേണം, എന്നാൽ കൂടുതലങ്ങ് വെള്ളവും ആകരുത്. ആ രീതിയിലുള്ള ബാറ്ററാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കുക.
ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര മതി. കറക്റ്റ് വെള്ളമൊക്കെയാണ്, നല്ല കറക്റ്റിനുള്ള പുളിപ്പൊക്കെ ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ളൊരു രസം വെച്ചാൽ പിന്നെ ചോറ് കഴിക്കാൻ വേറൊരു കറിയും വേണ്ട കേട്ടോ. ഈ രസം കൂട്ടി തന്നെ നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ രസം. ഇപ്പോൾ നമ്മുടെ രസത്തിൻ്റെ ഉപ്പും പുളിപ്പും എരിവുമൊക്കെ നല്ല കറക്റ്റാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ രസത്തിൽ ഒരു ചണ്ടിയോ കൊത്തോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ചോറിൽ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഇതിൽ നിന്നും കളയാനായിട്ട് ഒരു വേസ്റ്റുമില്ല. നല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 ഇതള് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വെട്ടി തിളച്ച് ആ രസത്തിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരട്ടെ. അപ്പോൾ ആ രസം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. 1 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കണം കേട്ടോ. അതിനുശേഷമേ ഫ്ലെയിം ഓഫ് ആക്കാവൂ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു അടപ്പ് വെച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പൊന്ന് തുറക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ രസത്തിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മണവുമാണ് കേട്ടോ ഈ രസത്തിന്. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.